ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. നമ്മൾ സംസാരിക്കാൻ പോണതൊരു കുട്ടിക്കാല ഓർമ്മയെക്കുറിച്ചാട്ടോ. ദ മമ്മി 1999 റിലീസായ സിനിമയായിരുന്നു ദ മമ്മി. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സ്റ്റീഫൻ സമ്മേഴ്സ്. ഈ സിനിമ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ബ്രാൻഡൻ ഫ്രേസർ, റേച്ചൽ വിങ്സ്, അർണോൾഡ് ഓസ്ലോ, ജോൺ ഹന്ന, ഒഡേഡ് ഫെഹർ, അങ്ങനെ ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഒന്നൊന്നര ഫിലിമാണ്. ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിരുന്ന കണ്ട പടങ്ങളിലൊന്നാണ്. ഇതിലെ നായകനെ കാണാൻ എന്താ ലുക്ക് അറിയോ? കുട്ടൂര് ലുക്ക് മൂപ്പരെ കാണാൻ സിനിമയിലൊക്കെ. ഇപ്പോൾ വയസ്സായി, പക്ഷെ അന്നൊക്കെ വേറെ വൈബായിരുന്നു. അതുപോലെ ആക്ഷൻ ആണെങ്കിലും ശരി, വീഡിയോ ആണെങ്കിലും ശരി, എല്ലാം കൊണ്ട് കിടിലൻ പടമായിരുന്നു. ഇതിലെ നായിക എന്നൊക്കെ പറയണത് എൻ്റെ കുട്ടിക്കാലത്തെ ക്രഷായിരുന്നു. ഇപ്പൊന്നും കാണാൻ പോലും കിട്ടാറില്ലേ മുതലിനെ. വയസ്സായി, പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ ആ സിനിമയിൽ കുറച്ച് സീക്വൻസ് ഉണ്ട് അവരിങ്ങനെ വരുന്നതും, അതുപോലെ ഒരു പർദ്ദ പോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടൊരു സീൻ ഉണ്ട്. എന്ത് രസം അറിയില്ല. കണ്ണ് കാണാൻ അവരുടെ കണ്ണും അത് ഓരോ നമ്മൾ പറഞ്ഞ് എവിടെ എത്തി ഇതൊന്നല്ല ഞാൻ പറയാൻ വന്നത്. അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടിരുന്ന സിനിമകളിൽ ഒരു പ്രധാനപ്പെട്ട പടമായിരുന്നു ദ മമ്മി. സൂര്യ ടി വിയിലും സൺ ടി വിയിലൊക്കെ ഈ സിനിമ മലയാളത്തിലും തമിഴ് ഡബ്ബുടൊക്കെ ആയിട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. ഈ കുരങ്ങനൊക്കെ നമുക്ക് ഭയങ്കര വെറുപ്പായി തോന്നിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവൻ്റെ മരണം നമ്മൾ സാറ്റിസ്ഫൈഡ് മൊമെൻറ്റിൽ ഒന്നായിരുന്നു അതൊക്കെ. അതുപോലെ ഈ സിനിമ നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഉള്ളവർക്കും ഇതിനെപ്പറ്റി പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഈ പറയണതിൻ്റെ റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടാവണം. അത് ആ കാലഘട്ടത്തിൽ കാണണം. കാരണം അന്നൊന്നും പറഞ്ഞാൽ വലിയ വിഷ്വൽസ് ഈ മാർവലോ അല്ലെങ്കിൽ മോൺസ്റ്റർ വേഴ്സോ അല്ലെങ്കിൽ DC ഒന്നുമില്ല. ഇതൊക്കെ തന്നെയാണ്. ഇത് സ്പൈഡർമാൻ, ആദ്യത്തെ ടോമി ബെഗ്ഗറിൻ്റെ സ്പൈഡർമാൻ, ഇതൊക്കെ ആയിരുന്നു നമ്മളെ പടങ്ങൾ പറഞ്ഞാൽ. ആ കാലത്തൊക്കെ എൻജോയ് ചെയ്ത് കണ്ടിരുന്ന 19 കിഡ്സിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫിലിംസിൽ ഒന്നായിരിക്കും ഇതൊക്കെ. നിങ്ങളുടെ എത്ര പേർക്ക് ഈ പടം കണ്ട ഓർമ്മയുണ്ട്? തമിഴ് ഡബ്ഡ് കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഞാൻ തമിഴ് ഡബ്ഡിൽ എത്ര തവണ കണ്ട പടം അറിയത്. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ തമിഴ് ഡബ്ഡ് വെർഷൻ തിരഞ്ഞു പിടിച്ച് കാണാറുണ്ട്. നല്ല രസമാണ്. കാരണം വിഷ്വൽസൊക്കെ ഇപ്പോൾ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്, പക്ഷേ ഈ പടം ഭയങ്കര രസമാണ്. ഇന്നും കണ്ടിരിക്കാൻ. നിങ്ങൾക്ക് കണ്ട ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഇതിനെ പറ്റിയിട്ട്.